ശ്രീ പി ബാലചന്ദ്രൻ, അങ്ങേക്ക് 9 മിനിറ്റ്. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഞാൻ ഈ ധനാഭ്യർത്ഥന പിന്തുണയ്ക്കുകയാണ്. കുനിഞ്ഞിട്ടുണ്ടെങ്കിലൊരു പ്ലാവില പറുക്കാൻ, കുടിച്ചിട്ടുണ്ടൊരു കിണ്ണം കൊഴുത്ത കഞ്ഞി, വിറങ്ങലിപ്പെന്തെന്നു ഞാൻ അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളിയെ ചൂണ്ടി കേരളത്തിലെ ഒരു മഹാകവി എഴുതിയ വരികളാണിത്. വിറങ്ങലിപ്പെന്തെന്നറിയാത്ത, വിശപ്പെന്തെന്നറിയാത്ത, അധ്വാനത്തിൻ്റെ മഹത്വമെന്തെന്നറിയുന്ന ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിയിൽ ഇടതുപക്ഷം വഹിച്ചിട്ടുള്ള പങ്ക് അവിതർക്കിതമാണ്. ഇവിടെ മാത്യു ടി തോമസ് എന്ന ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അടിവരയിടുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് പെറ്റുകൂടിക്കിടന്നിരുന്ന അധികാരങ്ങളെ ഗ്രാമപരിധികളിലേക്ക് എത്തിച്ചത് നയനാരുടെ മന്ത്രിസഭയിൽ വി ജെ തങ്കപ്പൻ എന്ന് പറയുന്ന മന്ത്രി പൈലറ്റ് ചെയ്ത ബില്ലാണ് സർ. നഗരപാലിക പഞ്ചായത്തി രാജ് ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായി കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയത് നയനാർ സർക്കാരാണ്. പദ്ധതി വിഹിതത്തിൻ്റെ 40% താഴത്തെ തട്ടിലെ ഗവൺമെൻറ്റുകൾക്ക് കൊടുത്തുകൊണ്ട് കയ്യെത്തിച്ചാൽ തൊടാവുന്ന അകലത്തിൽ ഗ്രാമീണ ജനതയ്ക്ക് കൊച്ചു കൊച്ചു സർക്കാരുകളെ നിർമ്മിച്ചു കൊടുത്ത ആ സംഘാടന വൈഭവം, ആ ഭരണവൈഭവം ചരിത്രത്തിൻ്റെ ഭാഗമാണ് സർ. ഇന്ന് ഒരു കേരള മോഡൽ, ഒരു നവനൈപുണ്യ കേരളം എന്നുള്ള അർത്ഥത്തിൽ അത് വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രതിപക്ഷത്തിനും അതിൻ്റേതായ പങ്കുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയുള്ളതുപോലെ തന്നെ പലപ്പോഴായി ഭരിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിനും ഭരണപരമായ ഇത്തരം കാര്യങ്ങളിൽ അവർക്കുള്ള സ്ഥാനവും നാം പരിശോധിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതുമാണ്. അതിദരിദ്രരില്ലാത്ത കേരളം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. സ്മാർട്ട് കേരള, കെ സ്മാർട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ സർക്കാരുകൾക്ക് കൊടുത്തിട്ടുള്ള ധനപരവും അധികാരപരവുമായ സഹായങ്ങൾ കൊണ്ട് സാധ്യതപ്രായമാകുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി, ഗ്രാമീണ ജനതയുടെ പുനഃസംഘാടനത്തിന് വേണ്ടി ആവും വിധത്തിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എൽദോസ് കുന്നപ്പിള്ളിൽ കത്തിച്ച മഞ്ഞമത്താപ്പ് ആകെ മഞ്ഞപ്പിത്തമാണ് കേരളത്തിൽ. ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, AKG സെൻറ്ററിൽ നിന്നും MN സ്മാരകത്തിൽ നിന്നും രോഗാണുക്കളെ കേരളത്തിലേക്ക് പടർത്തുകയാണ് എന്നുള്ള പോലെയൊക്കെയാണ് ഇവർ പറയുന്നത്. എവിടെയാണ് യാഥാർത്ഥ്യം? എന്താണ്? ആരോഗ്യ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ 1957 ഗവൺമെൻറ്റിൽ ഡോക്ടർ AR മേനോൻ മുതൽ എടുത്തിട്ടുള്ള കേരളത്തിലെ ഭരണപരമായ പങ്ക് ഞാൻ ഈ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരം, വിളപ്പിൽശാല, ഞെരിഞ്ഞൽപ്പറമ്പ്, ലാലൂർ എൻ്റെ മണ്ഡലത്തിലാണ് സർ. ഇന്ന് ലാലൂരിൽ നിങ്ങൾ ചെന്ന് നോക്കണം. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ്, കാലോഹരൻ എന്ന് പറയുന്ന കറുത്ത മാനെന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ അറിയപ്പെടുന്ന IM വിജയൻ്റെ നാമധേയത്തിൽ അവിടെ ഉയർന്നു കഴിഞ്ഞു. ഒരു പൂന്തോട്ടമായി ആ പ്രദേശം മാറിക്കഴിഞ്ഞു. ലാലൂര് പോലെ, ഞെരിഞ്ഞൽപ്പറമ്പ് പോലെ, വളപ്പിൽശാല പോലെ, ബ്രഹ്മപുരം പോലെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ, നഗരപരിധിയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്ന് നല്ലപോലെ അറിയാം സർ. അവരത് വളരെ കാര്യമാത്ര പ്രസക്തമായി കൈകാര്യം ചെയ്തു വരുന്നു. അതുപോലെ കുടുംബശ്രീയുടെ കാര്യവും ലൈഫ് പദ്ധതിയുടെ കാര്യവും സമയക്കുറവ് കൊണ്ട്, വിസ്താര ഭയം കൊണ്ട് ഞാൻ ഈ സഭയിൽ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. ഞാൻ വരുന്നത് അന്തിക്കാട് നിന്നാണ്. ഏനാമാവ് പെരുങ്ങോട്ടുകര ഫർക്ക 144 ദിവസം
ബ്രിട്ടീഷ് ഗവൺമെൻറ് കർഫ്യൂ പ്രഖ്യാപിച്ച് ചെത്തുതൊഴിലാളിയുടെ സമരം കൊണ്ട് സമ്പന്നമായ പ്രദേശം. 11 രക്തസാക്ഷികളാണ് സാർ അന്തിക്കാടുള്ളത്. അന്ന് 10,000-ഓളം ചെത്തുതൊഴിലാളികളുണ്ടായിരുന്നു ഏനാമാവ് പെരുങ്ങോട്ടുകര ഫർക്കയിൽ. പാരമ്പര്യ തൊഴിലിൽ കള്ളുചെത്ത്, കയറ്, കശുവണ്ടി, കൈത്തറി അതിനുള്ള പ്രാധാന്യം കുറഞ്ഞുപോയതുകൊണ്ടാണോ അറിയില്ല, ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടാണോ എന്നറിയില്ല, കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കാതെയാണോ എന്നറിയില്ല, ഇന്ന് 250-ൽ താഴെ തൊഴിലാളികളാണ് ആ പ്രദേശത്തുള്ളത്. ഒരു കുലത്തൊഴിൽ പോലെയാണ് അത് പരിഗണിക്കപ്പെട്ടിരുന്നതെങ്കിലും കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് പോളിസി ജനിക്കും മുമ്പ് തന്നെ വിവാദത്തിൻ്റെ ചിറകതിന് കൊടുത്ത് അപവാദ കഥകളിലൂടെ അതിനെ പൊതുജനമധ്യത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ മാധ്യമപ്പടയുടെ അകമ്പടിയോടുകൂടി പരിശ്രമിച്ച പ്രതിപക്ഷം ഒരു കാര്യം ശ്രദ്ധിക്കണം. കേരളത്തിലെ 10,000-കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ ടോഡി ബോർഡ് ഏത് ഭരണപക്ഷമായാലും വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെടണം സർ. കേരളത്തിലെ അറിയപ്പെടുന്ന ഗാന്ധിയനായിട്ടുള്ള ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിന് ഈ രംഗത്ത് യാതൊരുവിധ പരിഗണനയും വേണ്ട വിധത്തിൽ കൊടുക്കാതെ ഈ തൊഴിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോഡി ബോർഡ് പുനഃസംഘടിപ്പിച്ച് കാര്യക്ഷമമാക്കണം സർ. ടോഡി ബോർഡ് യുവ നേതാവായിട്ടുള്ള UP ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ടോഡി ബോർഡ് അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ടോഡി ബോർഡിന് കീഴിലുള്ള ഇന്ന് ആ വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അങ്ങയുടെ നാടായ പാലക്കാട് നിന്നാണ് മധ്യ കേരളത്തിലേക്ക് വേണ്ട കള്ളുൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്നത്. അതിൽ എക്സൈസ് സെസ് ഏർപ്പെടുത്തി 19 കോടി രൂപ ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ടോഡി ബോർഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് ബജറ്റ് അലോക്കേഷനിൽ 2 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ചെത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം ചന്ദ്രബാബു അധ്യക്ഷനായിട്ടുള്ള ആ ബോർഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര പരിഗണന ഈ വ്യവസായത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു പ്രധാന കാര്യം ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ നടപ്പിലാക്കാത്തതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ദൂരപരിധിയുടെ പ്രശ്നം, ബാറുകൾക്കും അതുപോലെ തന്നെ ബ്രൂവറികൾക്കും വൈനറികൾക്കുമൊക്കെ 100 മീറ്ററും 200 മീറ്ററും 50 മീറ്ററും ദൂരപരിധി നിശ്ചയിച്ചപ്പോൾ പാരമ്പര്യ വ്യവസായത്തിൽപ്പെടുന്ന കള്ള്, ചെത്ത് ഉൽപ്പന്നം വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 400 മീറ്ററാണ് സർ ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സൈസ് വകുപ്പിന് സന്ദർഭോചിതമായ മാറ്റങ്ങൾ, കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് സർ. ടൂറിസം വകുപ്പുമായി ചേർന്ന് പ്രതിപക്ഷം എന്തു തന്നെ പറഞ്ഞാലും കാര്യങ്ങൾ കൂടിയാലോചിച്ച് 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിത മേഖലയായിട്ടുള്ള ഈ വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. 1967 ഇവിടെ നടപ്പിലാക്കിയ എക്സൈസ് പോളിസി പിൻപറ്റിയാണ് കേരളത്തിൽ ഐക്യകേരളം പിറന്നതിന് ശേഷം കൊച്ചിൻ എക്സൈസ് പോളിസി, അന്ന് കൊച്ചി ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ആ എക്സൈസ് പോളിസി ഇവിടെ നടപ്പാക്കിയത്. മലബാറിനും കൊച്ചിക്കും തിരുവിതാംകൂറിനും വ്യത്യസ്ത എക്സൈസ് പോളിസികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചെത്തു വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടിയന്തര ശ്രദ്ധയുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉപധനാഭ്യർത്ഥനകളെ ഒന്നും കൂടി പിന്തുണയ്ക്കുന്നു.